അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ, ഒറിജിനൽ പാളികളെല്ലാം കടത്തി, അതിന് സ്ഥിരീകരണം ഉണ്ടായിരിക്കുന്നു. ഇപ്പോൾ ശബരിമലയിലുള്ളതെല്ലാം ഡ്യൂപ്ലിക്കേറ്റ് ആണ്. ശാസ്ത്രീയ പരിശോധനാ ഫലം വിരൽ ചൂണ്ടുന്നത് അതിലേക്കാണ്. നോക്കൂ, കേരളം പ്രളയക്കെടുതിയിലും കോവിഡ് പ്രതിസന്ധിയിലും ഉഴറിയപ്പോഴും ശബരിമല യുവതീ പ്രവേശന വിവാദം കൊടുമ്പിരി കൊണ്ടപ്പോഴുമായിരുന്നു അയ്യൻ്റെ തിരുസന്നിധിയിൽ കൊള്ളക്കാർ അഴിഞ്ഞാടിയത് എന്ന് വ്യക്തമായിരിക്കുന്നു. ഈ ദേവൻ്റെ സ്വത്ത് അപഹരിച്ചവരെ എന്ത് വിളിക്കും അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ? ഇപ്പോഴും ഒരു കൂസലുമില്ലാതെയാണ് ഇതുമായി ബന്ധപ്പെട്ട ഈ ഭരണത്തിലിരിക്കുന്നവരുടെ ഭാഗത്തു നിന്ന് പ്രതികരണങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, UDF ഭരണകാലത്ത് അവരിതിലും വലിയ കൊള്ള നടത്തി എന്നൊക്കെയാണ് പറയുന്നത്. ഇപ്പോഴും ഇതിൻ്റെ ഒരു ഗൗരവം ഇവർക്കൊന്നും മനസ്സിലായിട്ടില്ല എന്നല്ലേ കരുതേണ്ടത്? യാതൊരു സംശയവുമില്ല. കൊടും ചതി നടത്തിയ കൊള്ളക്കാർ, സാധാരണ കൊള്ളക്കാരല്ല, കൊടും ചതി നടത്തിയ കൊള്ളക്കാർ, വിശ്വാസികളെ വഞ്ചിച്ച കൊള്ളക്കാർ, വിശ്വാസികളെ ചതിച്ച കൊള്ളക്കാർ, വിശ്വാസികളെ എല്ലാ അർത്ഥതലങ്ങളിലും ദ്രോഹിച്ച, പരമാവധി പിഴിഞ്ഞ കൊള്ളക്കാർ. ഇവർക്ക് ഒരു കാരണവശാലും മോചനം ഉണ്ടാവില്ല. ഇവരുടെ ഈ കാലഘട്ടത്തിലെ തറവാട് മാത്രമല്ല, ഇവരുടെ 10 തലമുറ മുടിയുമെന്നുള്ളതിനകത്ത് യാതൊരു സംശയവുമില്ല. ചില നേട്ടങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം, പക്ഷെ അധിക കാലം ആയസ് ഈ തറവാടുകൾക്കില്ല. കാരണം ഇത് മുടിഞ്ഞു പോവും. ഈ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന ഈ കൊള്ള സംഘത്തിന് പ്രത്യയശാസ്ത്രം കൊടുക്കുന്ന പ്രസ്ഥാനം, ആ പ്രസ്ഥാനം കേരളത്തിൽ മുടിയും, നശിച്ച് നാറാണക്കല്ല് പിടിക്കും. അതുകൊണ്ടാണ് ഈ അയ്യപ്പൻ്റെ കൊള്ളയ്ക്ക് ചുക്കാൻ പിടിക്കാൻ അവർക്ക് തോന്നിയത്. ഇതിനകത്ത് എന്താ സംശയം? ശബരിമല കൊള്ള എന്ന് പറയുന്നത് ഒരു പോറ്റിയെ വെച്ചിട്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും 2-3 മുരാരി ബാബുവിനെ വെച്ച് ഇതൊക്കെ അങ്ങ് അവസാനിപ്പിക്കാം എന്ന് കരുതുമ്പോഴാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നിന്ന് അന്വേഷണവുമായി ബന്ധപ്പെട്ട് അതുമായി ബന്ധപ്പെട്ട് ഓരോന്ന് വരുന്നത്. അങ്ങനെ ഓരോന്ന് കടന്നു വരുമ്പോഴാണ് എന്നാൽ പിന്നെ SIT ആയിക്കോട്ടെ എന്ന് ഹൈക്കോടതി പറഞ്ഞത്. ഹൈക്കോടതി SITയെ പറ്റി പറഞ്ഞപ്പോൾ പിണറായി വിജയൻ്റെ SITയെ കൊടുത്തു. ഹൈക്കോടതിയുടെ നിരീക്ഷണം ഉള്ളതുകൊണ്ട് ഒരു പരിധിവരെ അവർ ഉദ്യോഗസ്ഥന്മാരിൽ ചുറ്റിക്കളിച്ചു. അവർ ദേവസ്വം പ്രസിഡൻറ്റിലേക്ക് പോയില്ല, അവർ ദേവസ്വം മന്ത്രിയിലേക്ക് പോയില്ല. വീണ്ടും ഹൈക്കോടതിയിലെ 2 ബെഞ്ചുകളുണ്ട്. ജാമ്യം കൊടുക്കുന്ന ബെഞ്ചുകൾ ക്രിമിനൽ കേസുമായി കൈകാര്യം ചെയ്യുന്ന ബെഞ്ചാണ്. ആ ബെഞ്ച് ശക്തമായ രീതിയിൽ ബഹുമാനപ്പെട്ട ജസ്റ്റിസ് ബദറുദ്ദീൻ അടക്കമുള്ള ആളുകൾ ശക്തമായി ഈ വിഷയത്തെപ്പറ്റി ചോദിച്ചപ്പോൾ ആരും അറിയാതെ, പൂച്ച പാല് കുടിക്കുന്നത് പോലെ ആരും അറിയാതെ, ശബ്ദമുണ്ടാക്കാതെ മന്ത്രിയെ പോയി കണ്ടു. മന്ത്രിയുടെ മൊഴിയെടുക്കാൻ പോയി. ആരും അറിഞ്ഞില്ല, ആരോടും പറഞ്ഞില്ല. ആരോടും പറയാതെ മന്ത്രിയെ പോയി കണ്ട് സ്റ്റേറ്റ്മെൻ്റ് എടുക്കാൻ, അല്ലെങ്കിൽ മന്ത്രിക്ക് നിയമ ഉപദേശം കൊടുക്കാനാണോ SIT പോയത് എന്ന് സംശയിക്കേണ്ടി വരും. എന്തിനു പോയി? SIT അങ്ങനെ പോകേണ്ട ആൾക്കാരല്ലല്ലോ. ആ ഒരൊറ്റ കാര്യത്തിലൂടെ ഒരു കാര്യം വ്യക്തമാണ്: പിണറായി വിജയൻ്റെ അനുജ്ഞയിലാണ്. ഇപ്പം തന്ത്രിയുടെ അനുജ്ഞ എന്ന് പറയുന്നു അല്ല, പിണറായി വിജയൻ്റെ അനുജ്ഞയിലാണ് SIT പെരുമാറുന്നത്, ഹൈക്കോടതിയുടെ അനുജ്ഞയിലല്ല. ഹൈക്കോടതിക്ക് ഒരു പരിധിയുണ്ട്, പക്ഷെ പിണറായി വിജയന് പരിധിയില്ല. പരിധിയില്ലാത്ത പിണറായി വിജയൻ പരിധിയെ ലംഘിച്ച്, ലക്ഷ്മണരേഖ ലംഘിച്ച് ആ SITയെ നിയന്ത്രിക്കുകയാണ്. പിണറായി വിജയൻ്റെ അനുജ്ഞയുമായിട്ടാണ് SIT പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് മന്ത്രിയെ വളരെ തന്ത്രപൂരം കണ്ട് തന്ത്രിയെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചത്. ഇപ്പം തന്ത്രിയെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ വന്ന വാർത്ത എന്താ? വാജിവാഹനം മോഷ്ടിച്ചു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ ആ തന്ത്രിയെ കണ്ടിരുന്നത് ഒരു ദൈവതുല്യനായിട്ടുള്ള, അല്ലെങ്കിൽ ഈശ്വര സന്നിധിയിൽ എന്നും ഭഗവാൻ അയ്യപ്പനെ കൈകൊണ്ട് തൊഴുന്ന, കൈകൊണ്ട് കഴുകുന്ന, കുളിപ്പിക്കുന്ന, നെയ്യഭിഷേകം നടത്തുന്ന ഒരു തന്ത്രി. നമ്മളൊക്കെ എപ്പോഴും ആ തന്ത്രിയെ മനസ്സിൽ നമ്മൾ കൊണ്ടു നടക്കുന്നതാണ്. ആ തന്ത്രി മോഷണം നടത്തി എന്ന് പ്രഖ്യാപിച്ചു. മൗനാനുവാദം കൊടുത്തു എന്ന് പറഞ്ഞത് നമുക്ക് മനസ്സിലാക്കാം. മൗനാനുവാദം കൊടുത്തത് എന്തുകൊണ്ട് എന്ന് ചോദിക്കാം. മൗനാനുവാദം എന്ന് പറയുന്നത് മോഷണമല്ലല്ലോ. വാജിവാഹനം മോഷ്ടിച്ചു എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ ഹൈക്കോടതിയുടെ ഓർഡർ വന്നിരിക്കുന്നു, ഹൈക്കോടതിയുടെ റിപ്പോർട്ട് വന്നിരിക്കുന്നു. എന്നു മാത്രമല്ല, നമ്മൾ
കേരളത്തിലെ പല ക്ഷേത്രങ്ങളിലെയും ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ തന്നെ തിരുവൈരാണിക്കുളം ക്ഷേത്രമടക്കം നിരവധി ക്ഷേത്രങ്ങളിൽ ഞാൻ പല ക്ഷേത്രങ്ങളെപ്പറ്റിയും അന്വേഷിച്ചു. പല ക്ഷേത്രങ്ങളിലും ഇത്തരം സന്ദർഭങ്ങളിൽ കൊടിമരത്തിൽ വിൽക്കുന്ന വാജിവാഹനമായാലും ശരി, അല്ലെങ്കിൽ കൊടിമരത്തിൽ വെക്കുന്ന മറ്റേതെങ്കിലും തരത്തിലുള്ള ഈശ്വര വാഹനങ്ങൾ അതിന് ലോഹത്തിൻ്റെ അവകാശി തന്ത്രിക്കാണ് കൈമാറാറുള്ളത്. അത് നിയമാനുസൃതമാണ് എന്ന് ഹൈക്കോടതിയുടെ ഓർഡർ വന്നിരിക്കുന്നു. ഹൈക്കോടതിയുടെ ആ രേഖകളിൽ കാണിച്ചിരിക്കുന്നു. മാത്രമല്ല അത് രഹസ്യമായി കൊടുത്തതല്ല, അത് പരസ്യമായിട്ട് കൊടുത്തതാണ്. അന്നത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സാക്ഷി നിർത്തി പ്രസിഡന്റ് പ്രയാർ ഗോപാലകൃഷ്ണന്റെയും അതുപോലെ മെമ്പർ അജി തറയിലിന്റെയും സാന്നിധ്യത്തിലാണ് കൈമാറിയത്. അതാ ഞാൻ പറഞ്ഞേ 10,000-കണക്കിന് ആളുകളെ അതാണ് ഞാൻ പറഞ്ഞത്. 10,000-കണക്കിന് ആളുകളുടെ മുമ്പിൽ വെച്ച് എല്ലാ സ്പിരിച്വൽ തീരുമാനങ്ങളോടെ, സ്പിരിച്വൽ താന്ത്രികമായ എല്ലാ പൂജാവിധികളോടെയുമാണ് ആ ലോഹം കൈമാറിയത്. ലോഹത്തിലുണ്ടായിരുന്ന തടികൾ, ആ തടിക്കഷണം അത് എല്ലാ അർത്ഥത്തിലും അഗ്നിയിൽ ലയിപ്പിച്ചു. ഇതെല്ലാം വളരെ വ്യക്തമാണ്. പക്ഷേ ആ വാജിവാഹനം കൈമാറിയ തന്ത്രി മോഷണം നടത്തി എന്നാണ് ഇവർ SIT രൂപപ്പെടുത്തിയ, അല്ലെങ്കിൽ SIT വെളിയിൽ കൊണ്ടുവന്ന ഒരു സാധനം. അത് വെളിയിൽ കൊണ്ടുവന്നപ്പോൾ ആ ഒരൊറ്റ പോയിന്റിലാണ് ഞാനിതിനെ കാണുന്നത്. അതൊരു തന്ത്രപരമായിട്ടുള്ള, തന്ത്രിയെ കൊടുക്കാനുള്ള തന്ത്രപരമായ താല്പര്യവും മന്ത്രിയെ രക്ഷിക്കാനുള്ള ഒരു ഹിഡൻ അജണ്ടയുമായിരുന്നില്ലേ എന്ന് വളരെ വ്യക്തമാകുന്നു. മന്ത്രിയെ രക്ഷിക്കാനുള്ള തന്ത്രം, തന്ത്രിയെ പൂട്ടാനുള്ള സമീപനമായി ഈ സർക്കാർ സ്വീകരിച്ചു എന്നുള്ളതിൽ സംശയമില്ല. അതുകൊണ്ട് ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഇതുകൊണ്ടൊന്നും ഈ കൊള്ളയുടെ കാര്യം മുഴുവൻ വെളിയിൽ വരില്ല. ഇതിപ്പോൾ ഒരു കാര്യം ഉറപ്പാണല്ലോ, ഭാരതീയ ജനതാ പാർട്ടി നേരത്തെ പറഞ്ഞിരുന്നു, നിങ്ങൾ SIT അന്വേഷണം കൊണ്ടൊന്നും ഇത് ഫലപ്രദമാവില്ല. ഇവിടുത്തെ അന്വേഷണം കൊണ്ട് ഇത് ഫലപ്രദമാവില്ല. ഇതിൻ്റെ അന്വേഷണം CBIക്ക് വിടണം. അപ്പോൾ CBIക്ക് വിടേണ്ട കാര്യം എന്താണെന്ന് ഇടതും വലതും ഒരുമിച്ച് ചോദിച്ചു. ഇടതിനും വലതിനും ഒരേ സ്വരമായിരുന്നു. കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും ഒരേ സ്വരമായിരുന്നു CBIയുടെ വിഷയത്തിൽ. രണ്ടുപേരും എതിർപ്പാണ് പ്രകടിപ്പിച്ചത്. ഇത് CBI അന്വേഷിക്കണം എന്ന് ഇപ്പോൾ കോടതി പോലും പറയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയില്ലേ? ഞങ്ങൾ അന്ന് പറഞ്ഞില്ലേ ഈ കാര്യങ്ങൾ? അതായത് ഇവിടുന്ന് കൊണ്ടുപോയ ദ്വാരപാലക ശില്പങ്ങൾ 30 ദിവസവും 39 ദിവസം മറ്റും വൈകി. അപ്പം നമ്മളെല്ലാം വിചാരിച്ചത് എന്താ? നമ്മളൊക്കെ വിചാരിച്ചിരുന്നത് ഇതിൻ്റെ പാളി മാറ്റിയെന്നാ. ഇപ്പം അതല്ല, ഒറിജിനൽ സാധനം തന്നെ വിറ്റു. കൊടുങ്കൊള്ള. ആ ദ്വാരപാലക ശില്പങ്ങൾ UB ഗ്രൂപ്പ് സ്വർണം പതിച്ച ദ്വാരപാലക ശില്പങ്ങൾ, ആ ശില്പങ്ങളിൽ നിന്നും സ്വർണമെടുത്ത് ഇപ്പോൾ ഉള്ള ശില്പങ്ങളിൽ നിന്നും സ്വർണമെടുത്ത് VSSC പരിശോധിച്ചപ്പോൾ അത്ഭുതകരമായിട്ടുള്ള റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അതിനുള്ളിൽ നിക്കലിൻ്റെ അംശങ്ങൾ, അതുപോലെയുള്ള ശാസ്ത്രീയമായി തെളിവെടുപ്പുമായി ബന്ധപ്പെട്ട അക്രിലൈറ്റ്, അങ്ങനെയുള്ള സാധനങ്ങളുടെ ഒക്കെ സാന്നിധ്യം കാണുന്നു. യഥാർത്ഥത്തിൽ അതുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തുമാത്രം കൊള്ളയാണ്. എനിക്ക് അനിൽ നമ്പ്യാർ വാസ്തവത്തിൽ അത്ഭുതകരമായി തോന്നുകയാണ്. ഇത്രയേറെ കൊള്ള നടന്നിട്ടും ഈ കേരളത്തിലെ ഹിന്ദുക്കൾക്ക് ശബരിമലയിലേക്ക് 41 ദിവസം വ്രതവും എടുത്ത് ശബരിമലയിൽ പോകുന്ന ഹിന്ദുക്കൾക്ക് ഈ കൊള്ള ചെയ്തവന്മാരുടെ കൂടെ ഇപ്പോഴും നിൽക്കുന്ന കുറേ ഹിന്ദുക്കൾ ഈ നാട്ടിലുണ്ടെന്ന് പറയുമ്പോൾ വാസ്തവത്തിൽ എനിക്ക് അപമാനം തോന്നുകയാണ്. ചില ഹിന്ദുക്കളും ചില ഹിന്ദു സംഘടനകളും ചില ആളുകളുമൊക്കെ ഇപ്പോഴും ഇവന്മാരുടെ കൂടെ നിൽക്കുക, ഇവർക്ക് വോട്ട് ചെയ്യുക, ഇവരെ ജയിപ്പിക്കുക. കഷ്ടം, നാണക്കേടല്ലേ? എന്തൊരു പരിതാപകരമാണ്. കൊള്ളയാണെന്ന് ഹൈക്കോടതി പറഞ്ഞിട്ടും കട്ടോണ്ട് പോയി എന്ന് പറഞ്ഞിട്ടും ഞാൻ ചോദിക്കട്ടെ, ഈ കേരളത്തിലെ ഏതെങ്കിലും ഇതര മതസ്ഥ വിഭാഗത്തിൽപ്പെട്ട ഒരു മതശാലയിൽ നിന്നാണ്? അവിടെയൊന്നും സർക്കാരില്ല, അത് വേറെ വിഷയം. എന്നാലും അവിടെ എവിടുന്നെങ്കിലും ആണ് ഇത് കൊണ്ടുപോയെങ്കിൽ ഇന്ന് ഇവന്മാർക്കൊക്കെ ഇരിക്കാൻ പറ്റുമോന്ന്, ഇവിടെ റോട്ടിലിറങ്ങി നടക്കാൻ പറ്റുമോന്ന്? പറ്റുമോ? അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, എന്തൊരു കൊള്ളയാണ്. എന്നിട്ടും നിസ്സംഗതയിലിരിക്കുന്ന ഒരു ഹിന്ദു സമൂഹത്തെ കാണുമ്പോൾ വാസ്തവത്തിൽ വിഷമം തോന്നുന്നു. അതുകൊണ്ട് ഇതൊരു കൊടും കൊള്ളയാണ്. ഇത് ഈ നാട്ടിലെ ഹിന്ദുക്കളെ ചതിച്ച, ഈ നാട്ടിലെ അയ്യപ്പ വിശ്വാസികളെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ച കൊള്ളയാണ്.